ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള റെസിപ്പി ആട്ടോ ഉണ്ടാക്കുന്നത് ഇഫ ചിക്കൻ. ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത്ര ഇത് ടേസ്റ്റ് ഉണ്ടോയെന്ന്. പക്ഷേ കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളിയാട്ടോ, ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഗസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ 2 ഫുൾ ചിക്കൻ എടുത്തത്. ഒരു ചിക്കൻ 8 പീസാക്കിയിട്ടുണ്ട്, അങ്ങനെ 16 പീസുണ്ട്. നിങ്ങൾ ഒരു ഫുൾ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ പകുതി എടുത്താൽ മതി. ഒരു ഫുൾ ചിക്കൻ ഏകദേശം 1.5 കിലോ ഉണ്ട്. 1.5 കിലോ ചിക്കനിലേക്കുള്ള ഇൻഗ്രീഡിയൻസിന്റെ മെഷർമെന്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ പീസസ് ഇതുപോലെ ഫോർക്കോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം. എന്നാൽ മസാലയൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കോളും. ഇനി ഒരു പാത്രത്തിലേക്ക് 8 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാ മുളക് പൊടിയാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 4 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. കുറഞ്ഞത് 3-4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏറ്റവും നല്ലത് ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ്. ഞാനിവിടെ രാത്രിയാണ് മസാലയൊക്കെ തേച്ച് വെക്കുന്നത്. പെട്ടെന്നുണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നവര് ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും വെക്കണം. എങ്കിലേ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുള്ളൂ. ഇനി ഇപ്പം ചിക്കൻ്റെ മെയിൻ പാർട്ടായ വൈറ്റ് സോസ് റെഡിയാക്കുകയാണ്. അതിനായിട്ട് 3 പുഴുങ്ങിയ കോഴിമുട്ടയുടെ വെള്ള മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 3 അല്ലി വെളുത്തുള്ളി, 3 സ്ലൈസ്ഡ് ചീസ്, 1 ടീസ്പൂൺ വിനാഗിരി, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ പഞ്ചസാര. സൺഫ്ലവർ ഓയിലിന് പകരം ഒലിവ് ഓയിലും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഫ ചിക്കൻ്റെ സോസ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സോസ് നമ്മുടെ സാധാരണ മയോണൈസ് പോലെയല്ല, അതിനേക്കാൾ അടിപൊളി ടേസ്റ്റാണ്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ഓയിൽ ചൂടാവുമ്പോൾ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം തീ മീഡിയം ഫ്ലെയിമിൽ ഇടാം. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് ചൂടാവുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. എങ്കിലേ ചിക്കൻ നല്ലപോലെ കുക്കാവുള്ളൂ. ചിക്കൻ വലിയ പീസസ് അല്ലേ, അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാലേ ചിക്കൻ്റെ ഉൾവശം ഒന്നും വെന്ത് കിട്ടില്ല. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ കുക്ക് ചെയ്യണം. ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, ഇനി മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് ഈ സൈഡും ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട്. ഫ്രൈ ചെയ്ത ചിക്കൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച വൈറ്റ് സോസിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതുപോലെ തേച്ച് കൊടുക്കണം. ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, അപ്പൊ അതിലേക്കാണ് ഇത് കുക്ക് ചെയ്തത്. ഇന്നത്തെ പാർട്ടിയിലെ മെയിൻ താരം ഇവൻ തന്നെ ആയിരുന്നു. എല്ലാവർക്കും കഴിച്ചിട്ട് ഒരുപാട് ഇഷ്ടമായി. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.